ഏറ്റവും കൂടുതൽ ശുഭഫലവും സൗഭാഗ്യവും ധനവും തരുന്ന ഗ്രഹമാണ് വ്യാഴം. മാർച്ച് 11 തീയതി ബുധനാഴ്ച കാലത്ത് 8:58 വ്യാഴം വക്രഗതിയിലുള്ള സഞ്ചാരം അവസാനിപ്പിച്ച് മിഥുനൻ രാശിയിൽ നേരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. ജൂൺ 1 വരെ വ്യാഴം പിന്നെ മിഥുനൻ രാശിയിൽ നേരേഖയിലായിരിക്കും സഞ്ചരിക്കുക. മിഥുനൻ രാശിയിൽ നേരേഖയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ചില രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും അവർക്കുണ്ടായിരുന്ന ടെൻഷൻ, പ്രശ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അവരുടെ മുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാവും. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാൻ, അതുപോലെ കടബാധ്യതകൾ മാറിക്കിട്ടും. ഭാഗ്യവർധന ഉണ്ടാകും. ചിലർക്ക് ലോട്ടറി, ചിട്ടിയിൽ നിന്ന് അതുപോലെ കിട്ടാതിരുന്ന ധനമൊക്കെ അവരുടെ കയ്യിൽ വന്നു ചേരും. ബിസിനസ്സിൽ, കലാരംഗത്ത്, മറ്റെല്ലാ മേഖലയിലും അവർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ആർക്കൊക്കെ ഇപ്പോൾ വ്യാഴ ദശാകാലമുണ്ട്, അതുപോലെ ആരുടെയൊക്കെ ജാതകത്തിൽ വ്യാഴം അനുകൂല ഭാവത്തിലുണ്ട്, അവർക്കൊക്കെ ഇതിന്റെ ഗുണഫലങ്ങൾ കിട്ടും. വ്യാഴത്തിന്റെ നേരേഖയിലുള്ള സഞ്ചാരം ഗുണാനുഭവങ്ങളും ഭാഗ്യവും കിട്ടുന്ന രാശിക്കാരും നക്ഷത്രക്കാരും ആരൊക്കെയാണെന്ന് നോക്കാം. ഇടവൻ രാശിക്കാരായ കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർ ഇവരുടെ ധനഭാവത്തിലാണ് വ്യാഴ നേരേഖയിൽ വരുന്നത്. ചിങ്ങൻ രാശിക്കാരായ മകം, പൂരം, ഉത്ര നക്ഷത്രക്കാരുടെ 11 ലാഭസ്ഥാനത്താണ് വ്യാഴ നേരേഖയിൽ വരുന്നത്. തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാരുടെ 9 ഭാഗ്യസ്ഥാനത്താണ് വ്യാഴ നേരേഖയിൽ വരുന്നത്. ധനു രാശിക്കാരായ മൂലം, പുരാടം, ഉത്രാട നക്ഷത്രക്കാരുടെ 7 കേന്ദ്രഭാവത്തിലാണ് വ്യാഴ നേരേഖയിൽ വരുന്നത്. കുംഭൻ രാശിക്കാരായ അവിട്ടം, ചതയം, പുരുരുട്ടാതി നക്ഷത്രക്കാർ ഇവരുടെ 5ാം ഭാവത്തിലാണ് നേരേഖയിൽ വരുന്നത്. ഇത്രയും രാശിക്കാർക്ക് നക്ഷത്രക്കാർക്കുമാണ് വ്യാഴത്തിന്റെ നേരേഖയിലുള്ള സഞ്ചാരം കൊണ്ട് കൂടുതൽ ഗുണങ്ങൾ കിട്ടുക. മറ്റു രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട്, അതുപോലെ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നതൊക്കെ കൂടുതലായിട്ട് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്